ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അഭിഷേകാഗ്നിയുടെ പ്രേക്ഷകർക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവം നമുക്കായി നൽകിയിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളും യാഥാർത്ഥ്യങ്ങളാണ്. ഞാനും നിങ്ങളും ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് അവയെ മുറുകെ പിടിക്കുന്നുവെങ്കിൽ അവ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ യാഥാർത്ഥ്യമാകും, നടക്കും. അത് ദൈവത്തിന്റെ ഇടപെടലും ദൈവത്തിന്റെ അത്ഭുതവുമായി മാറും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ഒരു ആത്മീയ ദൂത് ശ്രമിപ്പാൻ ഈ നിമിഷങ്ങളിൽ ദൈവത്തിന്റെ അരൂപി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കട്ടെ. നമ്മുടെ അസ്വസ്ഥപൂരിതമായ ചിന്തകളും ക്രമരഹിതമായി കിടക്കുന്ന അന്തരംഗങ്ങളെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിന് വേണ്ടി ഇപ്പോൾ ക്രമീകരിക്കട്ടെ. ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന സകല ദൈവമക്കളും ആത്മാർത്ഥമായി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവിനോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ക്രമരഹിതമായത് ക്രമപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, ചലനമറ്റതിന് ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവേ, മൃതപ്രായമായതിനെ വീണ്ടും ഉജ്ജ്വലിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, മുറിവേറ്റതിനെ വെച്ചുകെട്ടുന്ന പരിശുദ്ധാത്മാവേ, പെരുവഴിയെ പോയതിനെ നേർവഴിക്ക് തിരികെ കൊണ്ടുവരുന്ന പരിശുദ്ധാത്മാവേ, മുറിവേറ്റതിനെ സൗഖ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, ഈ നിമിഷങ്ങളിൽ സകല ഹൃദയങ്ങളെയും സൗഖ്യപ്പെടുത്തി, സകല ഹൃദയങ്ങളെയും ആശ്വസിപ്പിച്ച്, സകല ഹൃദയങ്ങളെയും വിശുദ്ധീകരിച്ച്, അന്ധകാരങ്ങൾ അകറ്റി പ്രകാശം കൊണ്ട് നിറച്ച് ദൈവത്തിന്റെ കൃപയുടെയും ദൈവത്തിന്റെ സമാധാനത്തിന്റെ ഇരിപ്പിടങ്ങളാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, വ്യാപരിക്കണമേ, വചനങ്ങളെ വെളിപ്പെടുത്തണമേ, സ്വർഗീയ ബോധ്യങ്ങൾ നൽകണമേ, ആത്മീയ ശക്തിയെ നൽകണമേ, എതിർ ശക്തികളെ നിർവീര്യമാക്കണമേ, നാരകീയ ശക്തികളെ തകർക്കണമേ, അന്ധകാര സേനകളെ തകർക്കണമേ, ദുഷ്ടശക്തികളെ അവിടെ നിന്ന് നിർവീര്യമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈജിപ്തിൽ നിന്ന് ദൈവം തന്റെ പ്രിയപ്പെട്ട ജനത്തെ മോശപ്രവാചകന്റെ നേതൃത്വത്തിൽ വിടുവിക്കുന്ന ഒരു ചരിത്രം പഴയ നിയമത്തിൽ പുറപ്പാടിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നൂറ്റാണ്ടുകളായി ഈജിപ്തിൽ ഫറവോയുടെ അടിമത്തം അനുഭവിച്ച് ദുരിതപ്പെട്ട് കണ്ണുനീർ കയത്തിലാണ്ട ജീവിതങ്ങൾ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനം ഇസ്രായേൽ സന്തതികളുടെ വംശം. പ്രൈസ് ദി ലോർഡ്. അവരുടെ കണ്ണുനീരും ദുഃഖവും കണ്ടപ്പോൾ ദൈവം അവരെ തന്റെ പ്രവാചകനായ മോശയിലൂടെ അടിമത്തത്തിന്റെ നാടായ ഈജിപ്തിൽ നിന്ന് വാഗ്ദാന നാടായ കാനാൻ നാട്ടിലേക്ക് നയിക്കാൻ ദൈവം ഇറങ്ങി വന്നു. മോശ പ്രവാചകനിലൂടെ ദൈവം സംസാരിച്ച് ദൈവം തന്റെ ജനത്തെ ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് വിടുവിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. ചെങ്കടലിന്റെ തീരത്ത് വെച്ച് അവരുടെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടായി. മുന്നോട്ടും പുറകോട്ടും പോകാൻ പറ്റാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ, ഇനി മുന്നോട്ട് ഇനി എന്ത് ചുവട് വെക്കണമെന്ന് എന്ന് നിശ്ചയമില്ലാതെ ഉഴലുന്നൊരു ജനത്തെയാണ് പുറപ്പാട് പുസ്തകത്തിൽ ചെങ്കടലിന്റെ തീരത്ത് നാം കാണുന്നത്. മോശപ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പുറപ്പാടിന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ 23-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു, ദൈവം അവർക്ക് വേണ്ടി പൊരുതുന്നുണ്ടായിരുന്നു, ദൈവം അവർക്ക് വേണ്ടി വ്യാപരിക്കുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ആ ജനമാകട്ടെ മോശയ്ക്കും അഹ്റോനും എതിരായി അവർ പിറുപിറുത്തു, അവർ ബഹളം വെച്ചു, അവർ കരഞ്ഞു, അവർ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി. പ്രൈസ് ദി ലോർഡ്. കാരണം അവർ പരിഭ്രമിച്ചു, അവർ ഭയപ്പെട്ടു, അവർ നാശത്തെ കണ്ടു, അവർ നാശം തന്നെ പറഞ്ഞു. അവർ പറഞ്ഞു, ഈജിപ്തിൽ ശവക്കുഴികൾ ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? ഞങ്ങളെ വിട്ടേക്ക്, ഞങ്ങൾ ഈജിപ്തിലേക്ക് പോയിക്കൊള്ളാം. പ്രൈസ് ദി ലോർഡ്. അവർ മോശയോടും അഹ്റോനോടും മല്ലിട്ടിച്ച്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മോശ പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിച്ച്,
ദൈവം ഒരു വലിയ അത്ഭുതത്തെ അവർക്കായി ചെയ്തു. ചെങ്കടൽ കീറി, ചെങ്കടലിന് നടുവെ പച്ചപ്പുൽ പരവതാനി വിരിച്ച ആ വരണ്ട റോട്ടിലൂടെ, നല്ല പാതയിലൂടെ ദൈവം അവരെ നടത്തി. അത്ഭുതത്തിലൂടെ ദൈവം അവരെ നടത്തി. അവർക്ക് മുകളിൽ രാത്രിയിൽ അഗ്നിസ്തംഭമായും പകൽ മേഘസ്തംഭമായും ദൈവം അവരെ അനുയാത്ര ചെയ്തു. ഈജിപ്ത് സൈന്യം അവരുടെ അടുത്തെത്തിയപ്പോൾ ഈജിപ്തുകാർക്കും ഇസ്രായേൽക്കാർക്കും മധ്യേ ഒരു മതിലായി നിന്ന് സംരക്ഷണം നൽകി. അങ്ങനെ തന്റെ നിരന്തര സാന്നിധ്യത്താൽ ദൈവം അവരെ അനുഗ്രഹിച്ചുകൊണ്ടേയിരുന്നു. അവർ ചെങ്കടൽ കടന്നു മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മരുഭൂമിയിലും അവരുടെ സ്വഭാവത്തിന് വ്യത്യാസം വന്നില്ല. സീനായി മലമുകളിലേക്ക് മോശപ്രവാചകൻ കയറിപ്പോയി. ജനം താഴ്വരയിൽ ക്യാമ്പടിച്ചു. ദിവസങ്ങളോളം കഴിഞ്ഞു. മോശപ്രവാചകനെ കാണുന്നില്ല. അവരുടെ ആത്മീയ അനുഭവങ്ങളൊക്കെ മങ്ങി. ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുന്നില്ല. ദൈവത്തിന്റെ സാന്നിധ്യത്തെ അവർ മറന്നു തുടങ്ങി. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കാളക്കുട്ടികളെ ഉണ്ടാക്കി തരിക, ഞങ്ങൾക്ക് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി തരിക, ഞങ്ങൾക്ക് ബിംബങ്ങളെ ഉണ്ടാക്കി തരിക, ഞങ്ങൾ ആരാധിക്കട്ടെ. അവർ സത്യദൈവത്തെ വിട്ടു. അവർ അവരുടെ രക്ഷിതാവായ ദൈവത്തെ അവർ വിട്ട് അവർക്ക് തോന്നിയ വഴികളിലൂടെ അവർ നടന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കുക, ഈ അവരുടെ ജീവിതത്തിന്റെ പ്രതികൂലത്തിൽ അവർ കർത്താവിന്റെ വാഗ്ദാനങ്ങളെ വിശ്വസിച്ചത്. ഞാൻ നിങ്ങളെ നടത്തുമെന്ന കർത്താവിന്റെ വചനത്തെ അവർ വിശ്വസിച്ചില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന യഹോവയാകുന്ന വചനത്തെ അവർ വിശ്വസിച്ചില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊരുതുമെന്ന വാഗ്ദത്തത്തെ അവർ കണക്കാക്കിയില്ല. അവർ ദൈവത്തോട് മല്ലടിച്ചുകൊണ്ടേയിരുന്നു. അവർ മോശപ്രവാചകനോട് ബഹളം കൂട്ടിക്കൊണ്ടേയിരുന്നു. അവർ ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരമല്ല അനുഗ്രഹം പ്രാപിച്ചത്. പ്രൈസ് ദി ലോർഡ്. പിന്നെയോ ദൈവവചനത്തിന് വിപരീതമായി അവർ ദൈവത്തെ അനുസരിക്കാതിരിക്കുകയും ദൈവത്തോട് കോപിക്കുകയും ദൈവത്തെ വെറുക്കുകയും ദൈവത്തെ ശപിക്കുകയും ദൈവത്തെ ദുഷിക്കുകയും ദൈവദാസന്മാരെ നിന്ദിക്കുകയും ചെയ്ത് അവർ അകൃത്യത്തിന്റെ വഴികളിലൂടെ നടന്ന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇതുപോലുള്ള സാഹചര്യങ്ങൾ കടന്നു വരാം. ഒരു ആത്മീയ ശുശ്രൂഷകനായിരിക്കാം, ഒരു പ്രാർത്ഥന ഗ്രൂപ്പ് അംഗമായിരിക്കാം, അതുമല്ലെങ്കിൽ ഒരു കുടുംബനാഥനായിരിക്കാം. ഏത് സാഹചര്യത്തിലുള്ളാകട്ടെ, ചിലപ്പോൾ ദൈവം അടുത്ത് ഇല്ല എന്ന് തോന്നുന്ന പോലെയുള്ള അനുഭവങ്ങളിലൂടെയും സാഹചര്യങ്ങളിലൂടെ ദൈവം നടത്താം. ഒരുപക്ഷെ ദൈവം അകന്നിരിക്കുന്നു എന്ന് അനുഭവപ്പെടുമാറുള്ള അനുഭവങ്ങളിലൂടെ ദൈവം നടത്താം. ദുർബലരാകരുത്, ദുർബലരാകരുത്, ദുർബലരാകരുത്. കർത്താവിന്റെ വാഗ്ദത്തങ്ങളെ പ്രാപിപ്പാൻ കർത്താവ് നൽകുന്ന ഒരു സുവർണ അവസരത്രേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനം വീണ്ടും മുമ്പോട്ട് പോവുകയാണ്. മരുഭൂമിയുടെ വിജനത, ശൂന്യത, ഓരിയിടുന്ന മണലാരണ്യം, ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ ഉണങ്ങി വരണ്ട കൊടും ചൂട് നിറഞ്ഞ മരുഭൂമി. ദാഹിച്ച് ജനം വലഞ്ഞു. ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ അണ്ണാക്ക് വരണ്ട് കുട്ടികൾ തളർന്നു, വൃദ്ധന്മാർ തളർന്നു വീണു. വഴിയിൽ അവർ ദുർബലരായി. അവർക്ക് എന്തു ചെയ്യണമെന്ന് അറിയാതെയായി. അവർ തളർന്നു. അപ്പോഴും അവർ കലഹിച്ചു. അപ്പോഴും അവർ അനുസരണക്കേട് കാണിച്ചു. അപ്പോഴും അവർ ധിക്കാരം തുടർന്നു. അപ്പോഴും അവർ ദൈവത്തോട് കോപിച്ചു. അപ്പോഴും അവർ മല്ലടിച്ചു. അപ്പോഴും അവർ ദൈവദാസന്മാരെ നിന്ദിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ ദാസനായ മോശപ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കരിമ്പാറയിൽ നിന്ന് ദൈവം അവർക്ക് അത്ഭുതം ചെയ്ത് വെള്ളത്തെ നൽകി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. അവർ അവിശ്വസ്തരായിരുന്നപ്പോഴും ദൈവം വിശ്വസ്തയോടെ അവർക്കായി തന്റെ വാഗ്ദാനങ്ങളെ നടപ്പാക്കി കൊടുത്തു. അവർ വീണ്ടും മരുഭൂമിയിൽ നടന്നു. വിജനത ഒരു മണലാരണ്യത്തിൽ അവർക്ക് ഭക്ഷണമൊന്നും ഇല്ലാതെയായി. അവർ വിശന്ന് പൊരിഞ്ഞു. അപ്പോഴും വിശന്ന് തളർന്നപ്പോൾ, ഭക്ഷണം ഒരു തരി പോലും കിട്ടാൻ നിവൃത്തിയില്ല എന്ന സാഹചര്യം വന്നപ്പോൾ, മുന്നോട്ട് നോക്കുമ്പോൾ ഇനി ഭക്ഷണത്തിന് ഒട്ടും സാധ്യതയില്ല, ഭക്ഷണം കിട്ടാൻ ഒരു വഴിയില്ല എന്ന സത്യം അവർക്ക് വ്യക്തമായി മനസ്സിലാക്കിയപ്പോൾ അവർ വീണ്ടും കലഹിച്ചു. അവർ വീണ്ടും കോപിച്ചു. അവർ വീണ്ടും ദൈവധിക്കാരം കാണിച്ചു. അവർ നിന്ദ വചനങ്ങളെ ഉരുവിട്ട് അവർ അവിശ്വാസം അവരുടെ ഹൃദയത്തിൽ ഉറഞ്ഞുകൂടി. അവർ അവിശ്വാസ ഹൃദയത്തോടെ കഠിനമായി അവർ ദൈവത്തോട് മല്ലടിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അവരുടെ ജീവിതത്തിൽ മരുഭൂമിയിലൂടെ ദൈവം അവരെ നടത്തിയപ്പോഴൊക്കെയും പ്രതികൂലത്തിന് നടുവിൽ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്നതിന്റെ മുൻപിൽ അവർ വിഷണരായി, അവർ ദുർബലരായി, അവർ ദൈവ വിപരീതമായ നടപ്പ് അവർ നടത്തി.
ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. അവർ ദൈവത്തോട് കോപിക്കുന്നു, അവർ ദൈവത്തെ പരീക്ഷിക്കുന്നു, അവർ ദൈവത്തോട് മല്ലടിക്കുന്നു, അവർ അനുസരണക്കേട് കാണിക്കുന്നു, അവർ ധിക്കാരം കാണിക്കുന്നു. ഇതായിരുന്നു മരുഭൂമിയിലെ ജനം. ഇതായിരുന്നു മരുഭൂമിയിലെ ജനം. എന്താണ് അവർക്ക് സംഭവിച്ചത്? കാര്യം, ദൈവം അവരുടെ ആവശ്യങ്ങളെ നടത്തിക്കൊടുത്തു എങ്കിലും അവർക്ക് വാഗ്ദാന ദേശത്ത് പ്രവേശിക്കാൻ സാധിച്ചില്ല. ആ തലമുറ മുഴുവനും മരിച്ച് മരുഭൂമിയിൽ വീഴുന്നത് വരെ ആ ജനത്തിന് വാഗ്ദാന നാട്ടിൽ കാലുകുത്താൻ പറ്റിയില്ല. ദൈവത്തോട് മല്ലടിച്ച ഈ ജനം മുഴുവൻ മരിച്ച് മരുഭൂമിയിൽ വീണതിന് ശേഷം മാത്രമേ പുതുതലമുറയ്ക്ക് വാഗ്ദാന നാട്ടിലേക്ക് കാലുകുത്താൻ കഴിഞ്ഞുള്ളൂ. ജോഷുവയുടെ നേതൃത്വത്തിൽ പുതിയ ജനം, പുതിയ തലമുറ വാഗ്ദാന ദേശത്ത് കാലുകുത്തി. അവർ ദൈവത്തെ വിളിച്ചു, അവർ ദൈവത്തിനെ ആരാധിച്ചു, അവർ ദൈവത്തിനു മുന്നിൽ മുട്ടുകൾ മടക്കി. ദൈവം എന്ത് ചെയ്തു? ദൈവം പറഞ്ഞ ഓരോ വാഗ്ദാനങ്ങളും അവർക്കായി ദൈവം നടത്തി കൊടുത്ത്. ജോഷുവയുടെ പുസ്തകം 21 അധ്യായം 43 മുതൽ 45 വരെ വാക്യങ്ങൾ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു. ഇസ്രായേലിന് നൽകുമെന്ന് പിതാക്കന്മാരോട് കർത്താവ് വാഗ്ദാനം ചെയ്ത ദേശം അങ്ങനെ അവർക്ക് നൽകി. അവർ അത് കൈവശമാക്കി അവിടെ വാസമുറപ്പിച്ചു. കർത്താവ് അവരുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ എല്ലാ അതിർത്തികളിലും ദൈവം അവർക്ക് സ്വസ്ഥത നൽകി. ശത്രുക്കളിൽ ആർക്കും അവരെ എതിർക്കാൻ സാധിച്ചില്ല. കാരണം എല്ലാ ശത്രുക്കളെയും കർത്താവ് അവരുടെ കൈകളിൽ ഏൽപ്പിച്ചു. ഇസ്രായേൽ ഭവനത്തോട് കർത്താവ് ചെയ്ത വാഗ്ദാനങ്ങൾ ഒന്നൊഴിയാതെ എല്ലാം നിറവേറി. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ ഭവനത്തോട് കർത്താവ് ചെയ്ത വാഗ്ദാനങ്ങൾ ഒന്നൊഴിയാതെ എല്ലാം നിറവേറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ ഇന്നും എന്നും യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ഇവരുടെ മുൻഗാമികൾ എവിടെ? ഇവരുടെ മുൻ തലമുറ എവിടെ? അവർ മരുഭൂമിയിൽ ചത്തുവീണു. അവരുടെ മരുഭൂമിയിൽ നിബന്ധിച്ചത്. എന്താണ് കാരണം? ദൈവവചനം പഠിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അവർക്ക് ജീവിതത്തിൽ ഇനി മുന്നോട്ട് എന്ത് ചെയ്യണം എന്നറിയാത്ത പ്രതികൂലത്തെ അവരുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചപ്പോൾ അവർ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിച്ച് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പറഞ്ഞ് അനുഗ്രഹം പ്രാപിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെയോ അവർ ദൈവത്തോട് മല്ലടിച്ച്, അവർ ദൈവത്തോട് കോപിച്ച്, അവർ ദൈവത്തിന് മുമ്പിൽ അനുസരണക്കേട് കാണിച്ച്, അവർ പാപമാർഗത്തിലൂടെ വ്യാപരിച്ച്. ഹല്ലേലൂയ. അവർക്ക് ഇങ്ങനെ പറയാമായിരുന്നു, ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്നവർ വലഞ്ഞപ്പോൾ, വെള്ളം കിട്ടാതെ ദാഹത്താൽ നാവ് അണ്ണാക്കിനോട് ഒട്ടിച്ചേർന്നപ്പോൾ, ഇനി മുന്നോട്ട് നോക്കുമ്പോൾ ഒരു വഴിയില്ലാന്ന വിധം എല്ലാ തരത്തിലും അവർ അകപ്പെട്ട് കഴിഞ്ഞപ്പോൾ, വലിയ ശത്രുക്കൾ അവരുടെ മുമ്പിൽ വന്ന് അവരെ വിഴുങ്ങുമെന്ന വിധത്തിൽ നിന്നപ്പോ അവർക്ക് ഇങ്ങനെ പറയാമായിരുന്നു. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചപ്പോൾ അവർക്ക് ഇങ്ങനെ പറയാമായിരുന്നു, വലിയ ഭാഗ്യം, ഇതാ ദൈവം തന്റെ വാഗ്ദാനങ്ങൾ എനിക്ക് നടപ്പാക്കി തരാൻ വേണ്ടി എന്റെ ജീവിതത്തിൽ ഒരു സുവർണ അവസരം എനിക്കായി ഒരുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ പറയാമായിരുന്നു. എന്നാൽ അവരങ്ങനെ പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ ദൈവത്തോട് കോപിച്ചു, അവർ ദൈവത്തോട് ധിക്കാരം കാണിച്ച്, അവർ ദൈവത്തോട് വിരോധം കാണിച്ച്, അവർ ദൈവത്തോട് മറുതലിച്ച്, അവരുടെ ഹൃദയം അവർ കഠിനമാക്കി, അവർ അവിശ്വാസം തുടർന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവപൈതലേ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഒരു യാഥാർത്ഥ്യമാണ് പുറപ്പാട് കാലഘട്ടം. ഒത്തിരി നാളുകൾ പിടിച്ചു നിന്നു. അവസാനം ചിന്തിച്ച്, എത്ര നാൾ എങ്ങനെ പിടിച്ചു നിൽക്കുന്നത്, ഇനി കൈക്കൂലി വാങ്ങിച്ചേക്കാം. ഒത്തിരി കാലങ്ങൾ പ്രാർത്ഥന ഗ്രൂപ്പിൽ പോയി, ഒത്തിരി കാലങ്ങൾ പ്രാർത്ഥിച്ചിട്ടും ജീവിതത്തിൽ ദുരിതങ്ങൾ മാറുന്നില്ല. ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ഈ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പ്രാർത്ഥനയിൽ മങ്ങി, ഉണർവ് കുറഞ്ഞു, പിന്മാറ്റത്തിലേക്ക് പോയി.
ഒത്തിരി കാലങ്ങളായി പലരോടും കൂടെ ഒത്തിരി നന്മ പ്രവർത്തിച്ച് നടന്നു. നന്മ പ്രവർത്തിച്ച് ഒത്തിരി കാലങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഉത്സാഹിച്ചു. എന്നാൽ ഇപ്പോൾ എല്ലാം പ്രതികൂലമായി മാറി. എല്ലാം ബുദ്ധിമുട്ട് നിറഞ്ഞ അന്തരീക്ഷമായി. എങ്ങോട്ട് തിരിഞ്ഞാലും ദുരിതം, എങ്ങോട്ട് തിരിഞ്ഞാലും പ്രശ്നം. അപ്പോൾ ചിന്തിക്കാൻ തുടങ്ങി, ഈ ലോകം ജീവിക്കാൻ പറ്റുന്ന ലോകമല്ല, ഈ ലോകം മഹാമോശമാണ്, ഇവിടെയുള്ള ആളുകളെ വിശ്വസിക്കാൻ കൊള്ളില്ല. കാരണം കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഇപ്പോൾ യേശുവിന് പറയുന്നു. സഹപ്രവർത്തകരെന്ന് വിചാരിച്ചിരുന്നവർ അവർ ഒറ്റുകാരായി മാറി. പ്രിയ ദൈവവൈതലേ, ഇവിടെയാണ് വിശ്വാസം പറഞ്ഞു വാഗ്ദത്തത്തെ പ്രാപിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എന്നും ജയാളിയായിരിക്കും, ഞാൻ എന്നും ജയം കാണും. എന്റെ ദൈവം എന്നെ ജയത്തിലൂടെ നടത്തും, എന്റെ ദൈവം എന്നെ വിജയത്തിലേക്ക് കൊണ്ടുപോകും. ഞാൻ തളരുകയില്ല, ഞാൻ പതറുകയില്ല, ഞാൻ തോൽക്കുകയില്ല. എന്റെ ദൈവം എന്നെ നടത്തും. എന്റെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും. വിശ്വാസബോധ്യത്തോടെ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ധ്യാനത്തിൽ സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു സംഭവം നടന്നു. ഈ ധ്യാനത്തിൽ 49 വർഷമായി ആണിരോഗമുള്ള ഒരു ദൈവ പൈതൽ ഇവിടെ ധ്യാനിക്കാൻ വന്നു. ധ്യാനത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ആ വ്യക്തി ഇവിടെ ഇരുന്നു, അനുഭവം ഉണ്ടായില്ല. രണ്ടാം ദിവസങ്ങളിൽ ആ വ്യക്തി ഇവിടെ ഇരുന്നു, അനുഭവം ഉണ്ടായില്ല. ആ വ്യക്തി അസ്വസ്ഥനായി ചുറ്റിക്കറങ്ങി നടക്കുന്നതാണ് കാണുന്നത്. മൂന്നാം ദിവസം, നാലാം ദിവസം അങ്ങനെ തുടർന്നു. അപ്പോഴെല്ലാം ഞങ്ങൾ വിശ്വാസം പറഞ്ഞു, ഈ ദൈവ പൈതൽ ദൈവത്തിന്റെ വലിയ മഹത്വത്തിന് സാക്ഷിയാകും. ഈ ദൈവ പൈതൽ ദൈവം അത്ഭുതം ചെയ്യും. ഈ ദൈവ പൈതൽ ദൈവത്തിന് സാക്ഷിയാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 5-ാം ദിവസം ആരാധന സമയത്ത് ദൈവത്തിന്റെ അത്ഭുതം അദ്ദേഹത്തിന്റെ മേൽ വ്യാപരിച്ചു. എന്തു പറഞ്ഞോ അത് നടന്നു. ഈ ധ്യാനത്തിൽ വെച്ച് വിശ്വാസം പറഞ്ഞതെല്ലാം അദ്ദേഹത്തിന്റെ മേൽ യാഥാർത്ഥ്യമായി. 41 വർഷമായുള്ള മദ്യപാനം വിട്ടുപോയെന്ന് മാത്രമല്ല, 49 വർഷമായുള്ള ആണിരോഗം അദ്ദേഹത്തിന്റെ കാലുകളിൽ നിന്ന് അപ്രത്യക്ഷമായി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ ഇന്നും യാഥാർത്ഥ്യമാണ്. ദൈവത്തിന്റെ വാക്കുകളെ അനുസരിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ വിശ്വസിച്ച് പ്രാപിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഈ നിമിഷങ്ങളിൽ ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന സകലരുടെ മേലും ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, സ്വർഗത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. സ്വർഗം തുറക്കപ്പെട്ട് ആത്മീയ കൃപകൾ വ്യാപരിക്കുന്ന സമയമായി മാറട്ടെ. തളർന്നവർ ശക്തി പ്രാപിക്കട്ടെ, കഴുകനെ പോലെ ചിറകടിച്ചു ഉയരട്ടെ. ബലഹീനന്മാർ ബലം പ്രാപിക്കട്ടെ, കർത്താവിന്റെ ശക്തിയാൽ നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഇപ്പോൾ രോഗികളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നു. അത്ഭുതങ്ങളെ നടത്താൻ തക്കവിധം കർത്താവ് അരികിൽ നിന്ന് പ്രവർത്തിക്കുന്നു. മകനെ, മകളെ, നീ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ, നീ ഇരിക്കുന്ന ഇടത്ത് തന്നെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഈ പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിക്കുക, വിശ്വാസത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുക. വിശ്വാസികൾ സമൂഹത്തോട് ചേർന്ന് മകനെ നീയും പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ. സകലത്തിന്റെ മേലും അധികാരമുള്ള രക്ഷിതാവായ യേശുക്രിസ്തു രോഗികളെ സുഖപ്പെടുത്തുന്നു. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വാഗ്ദാനങ്ങൾ യേശുക്രിസ്തു ഇന്നും നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആയിരങ്ങളുടെ മേൽ അവിടുന്ന് ഇന്നും ഇപ്പോഴും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവേ,
അങ്ങയുടെ വാക്കുകൾ ഇപ്പോൾ നിറവേറട്ടെ. അങ്ങയുടെ വാക്കുകൾ ഇപ്പോൾ നടക്കട്ടെ. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്ന വചനം ഇപ്പോൾ അനർത്ഥമാകട്ടെ. ഇപ്പോൾ ഈ പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ നിയോഗത്തിന്റെ മേലും ദൈവകൃപ വ്യാപരിക്കട്ടെ. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ യേശുവിന്റെ വചനപ്രകാരം ഇപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. മൂകനും ബധിരനുമായ ആത്മാവേ, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, അവനെ വിട്ട് പുറത്തു വരിക എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിന്റെ വചനശക്തിയാൽ ഇപ്പോൾ അശുദ്ധാത്മാക്കളും പൈശാചിക ശക്തികളും ദൈവമക്കളെയും അവരുടെ കുടുംബങ്ങളെയും വിട്ടൊഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ, 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 ഹാലലുയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. തകർച്ചകളുടെ മേൽ അധികാരമുള്ള യേശുക്രിസ്തുവിന്റെ നാമത്തെ തകരുന്ന കുടുംബങ്ങളുടെ മേൽ അയച്ച് തകർച്ചകളിൽ നിന്ന് കുടുംബങ്ങളെ വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി അങ്ങയുടെ പരിശുദ്ധ നാമത്തെ വിളിക്കുന്ന സകല ജനത്തിന്റെ മേലും ഇപ്പോൾ അത്ഭുതകരമായ ദൈവ സൗഖ്യം, ദൈവകൃപ, ദൈവത്തിന്റെ സമാധാനം ഒഴുകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കുന്നു, വിശ്വാസത്തോടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സുഖപ്പെടുത്തുന്നു, യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശുക്രിസ്തു ഭാരങ്ങൾ ഏറ്റെടുക്കുന്നു, യേശുക്രിസ്തു കഷ്ടതകളിലേക്ക് കടന്നുവന്ന് കണ്ണുനീരുകളിലേക്ക് കടന്നുവന്ന് കണ്ണുനീരുകൾ ഏറ്റെടുത്ത് ആശ്വസിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ ആരാധന.